ഹലോ ഗായ്സ്, അപ്പം നമുക്ക് നല്ല ടേസ്റ്റുള്ളൊരു സ്രാവ് കറി എങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് മറക്കാതെ ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് കൂടിയും ചെയ്തിടുക. അപ്പോൾ ഒരു പാൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, 2 ടേബിൾ സ്പൂൺ മുളകും പൊടി, എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടേ കുറക്കൊക്കെ ചെയ്യാം. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കുക. എന്നിട്ട് അത് ചൂടാറിയതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ സ്രാവ് കട്ട് ചെയ്ത് നല്ല കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് മീൻ കറി വെക്കണ ഒരു ചട്ടി എടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് ഉലുവയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനത് മറന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചെറുള്ളി, പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോഴാണ് ചേർത്ത് കൊടുത്തത്, നിങ്ങൾ ആദ്യം ഉലുവ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് വാടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ പേസ്റ്റ് രൂപത്തിലാക്കി വെച്ചേക്കണം മല്ലിപ്പൊടി മുളകും പൊടിയൊക്കെ ചേർക്കുക. അത് തിളച്ച് വരുമ്പോൾ ഒരു അരമുറി തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുത്തേക്കണത്. കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് തിളപ്പിക്കുക. തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് 2 ചെറിയ കഷ്ണം കുടപ്പുളി ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ തക്കാളി കുഞ്ഞാക്കി അരിഞ്ഞത് അതും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് തിളച്ച് കുറുകി വരുമ്പോൾ നമുക്ക് അതിലേക്ക് സ്രാവിൻ്റെ കഷ്ണങ്ങൾ കുറച്ച് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കുക. നല്ലോണം വറ്റി വന്നിട്ടുണ്ട്, അപ്പോഴാണ് സ്രാവിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തേക്കണത്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അത് നന്നായി ഒന്ന് തിളച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് മൂടി വെച്ചിട്ട് നമുക്ക് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇവിടെ മൂടി വെച്ച് ഒരു 10-20 മിനിറ്റ് നന്നായി ഒന്ന് വേവിച്ചെടുത്തപ്പോൾ നമ്മളെ അടിപൊളി സ്രാവ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ലോണം എണ്ണ തെളിഞ്ഞ് നല്ല ടേസ്റ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ സ്രാവൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കാം, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്.